പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകമിന്ന് ഗൗരവപൂർവമാണ് ആ പ്രശ്നം കൈകാര്യം ചെയ്ത് വരുന്നത്. അനുശോചനം ഈ സന്ദർഭത്തിൽ കൂടി രേഖപ്പെടുത്തുകയാണ്. ഈ ആക്രമണത്തിന് ഉത്തരവാദികളായ ഭീകരവാദികളെ ആകെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും എല്ലാ അർത്ഥത്തിലും അവർക്ക് ശിക്ഷ നൽകാനും സാധിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണം എന്നാണ് കാശ്മീരി ജനതയുടെ ജീവിതത്തിൻ്റെ അടിത്തറയിലൊന്നാണ് വിനോദ സഞ്ചാര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. കാശ്മീരി ജനതയോടുള്ള തികഞ്ഞ വെല്ലുവിളിയാണ് ഇതിൻ്റെ ഭാഗമായി കാണാനാവുക. ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും ജനങ്ങളുടെ പൊതുവായ താല്പര്യങ്ങൾക്ക് ഇടയാക്കിയത് സംബന്ധിച്ച് സർവകക്ഷി യോഗത്തിലായാലും കേരളത്തിൻ്റെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ പത്രസമ്മേളനത്തിലായാലും മേജർ രവിയുടെ സ്റ്റേറ്റ്മെൻറ്റിലായാലും സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതിപ്പോഴും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ടൂറിസ്റ്റുകൾക്ക് ഈ പ്രദേശം തുറന്നു കൊടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്ന സർവകക്ഷി യോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിശദീകരണം ഉൾപ്പെടെ പിന്നീട് സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടും. കാശ്മീരിൽ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ ഇടപെടലുകൾ ഏതെല്ലാം ഘട്ടത്തിലുണ്ടായിട്ടുണ്ടോ ആ ഘട്ടത്തിലെല്ലാം പ്രതിസന്ധിയും സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ വർഗീയ സംഘർഷം ശക്തിപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അന്ന് നൂറുകണക്കിന് ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്. ആ ഘട്ടത്തിലെല്ലാം കാശ്മീർ സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായി കാണാൻ സാധിച്ചിരുന്നു. അന്നും നവകാലിയിൽ ഉണ്ടായ കലാപ ശ്രമങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടി ഇടപെട്ട മഹാത്മാഗാന്ധി കാശ്മീരിനെ വിശേഷിപ്പിച്ചത് സൗഗന്ധിക പൂക്കൾ വിടരുന്ന കാശ്മീർ എന്നായിരുന്നു. മതസൗഹാർദ്ദത്തിലും സമാധാനത്തിലും അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങിയ ഒരു ചരിത്രമാണ് കാശ്മീരി ജനതക്ക് ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന മുസ്ലിം ജനസംഖ്യയുടെ ഏതാണ്ട് അത്രത്തോളം ശതമാനത്തോളം കാശ്മീരിലെ മുസ്ലിം ജനസംഖ്യയുണ്ടായി. എന്നാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പാകിസ്ഥാനിൽ ചേരില്ലെന്ന ശക്തമായ നിലപാടാണ് സെക്യുലർ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെച്ച് കാശ്മീരി ജനത അവിടുത്തെ സവിശേഷതകൾ കൃത്യമായി കണക്കിലെടുത്ത് ആ സവിശേഷതകളെ
സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 370-ാം വകുപ്പിൻ്റെ സംരക്ഷണം കാശ്മീർ ജനതയ്ക്ക് ഇന്ത്യ നൽകിയത്. ഇടതുപക്ഷ സർക്കാരുകൾ ഭരിച്ച സംസ്ഥാനങ്ങളെപ്പോലെ ഭൂപരിഷ്കരണ നിലപാടുകൾ നടപ്പിലാക്കാൻ സാധിച്ച ഒരു സംസ്ഥാനമാണ് കാശ്മീർ. അവിടെയുള്ള ജനാധിപത്യ സർക്കാരിന് ആ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ മതനിരപേക്ഷതയും ഭൂപരിഷ്കരണവും മുന്നോട്ടേക്ക് വെച്ച ഒരു ഭരണ സംവിധാനമായിരുന്നു കാശ്മീരിൽ വികസിച്ച് വന്നിരുന്നത്. എന്നാൽ കാശ്മീരി ജനതയുടെ ഈ സവിശേഷതയെ അംഗീകരിക്കാതെ കേന്ദ്രത്തിലെ സർക്കാരുകൾ നടത്തിയ ഇടപെടലുകളാണ് കാശ്മീരിനെ അസ്വസ്ഥമാക്കിയത് എന്ന കാര്യം കാശ്മീരിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. കാശ്മീരിൻ്റെ 370-ാം വകുപ്പ് എടുത്തു മാറ്റുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അത് കൂടുതൽ അസ്വസ്ഥത പകർത്താനിടയാവും. ഭീകരപ്രവർത്തനം നടത്തിയ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് അഥവാ TRF എന്നാണ് വാർത്തകളിൽ കാണുന്നത്. ഈ ഭീകരവാദ നിലപാടിനെ അതിശക്തിയായിട്ട് ഈ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് എതിർക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സംഘടന രൂപീകരിക്കുന്നതിനിടയായ സാഹചര്യം കേന്ദ്ര സർക്കാർ 2019 കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കിക്കൊണ്ട് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടികൾ സാധാരണ മനുഷ്യർക്ക് നേരെയുള്ള ഭീകരമായ കടന്നാക്രമണത്തിലൂടെയാണ് പ്രതികരിച്ചത്. മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും ന്യായീകരിക്കാൻ പറ്റാത്ത ഈ സംഭവത്തിനുള്ള കൃത്യമായ മറുപടി രാഷ്ട്രീയമായും ഭരണപരമായും നിർവഹിക്കുക തന്നെ വേണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൂടുതൽ മതനിരപേക്ഷ സമീപനം സ്വീകരിച്ചുകൊണ്ടും നാം ഗൗരവപൂർവം വിരൽ ചൂണ്ടേണ്ടതായിട്ടുണ്ട്. തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന കാശ്മീർ ജനതയുടെ ചിന്തകളാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾക്ക് മണ്ണൊരുക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണ് ഈ ഒരു പശ്ചാത്തലം രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാം. കാശ്മീരിൽ കേന്ദ്രഭരണം വന്ന ശേഷം സമാധാനവും പുരോഗതിയുമാണ് ഉണ്ടായതെന്ന് കേന്ദ്ര സർക്കാർ അവകാശവാദം. അവിടെ 40,000 പോലീസുകാരുടെ പോസ്റ്റുകൾ ജോലി ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷിച്ചവരുടെ എണ്ണം 5 ലക്ഷം പേരായിട്ട് ഉയർന്നു. കാശ്മീരി ജനതയുടെ ജീവിതത്തെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തകർച്ചയിലേക്ക് എത്തിച്ച അവരുടെ ജനാധിപത്യം അനുവദിക്കാൻ പോലും തയ്യാറില്ലാത്ത ഒരവസ്ഥയാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അവസാനം സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ സഖാവ് തരിഗാമി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് BJP-യുടെ പൂർണ്ണമായ പിന്തുണയായിരുന്നു. എന്നാൽ എല്ലാ വർഗീയതയെയും ശക്തിയായിട്ട് എതിർത്തുകൊണ്ട് കാശ്മീര് തീവ്രവാദികളുടെ കടന്നാക്രമണത്തിൽ നിന്ന് പലപ്പോഴും തലമാരുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ട തരിഗാമി അവിടെ വിജയിച്ചു വരികയാണ് ചെയ്തത്. തീവ്രവാദത്തിനെതിരെ രോഷം കൊള്ളുന്ന സംഘപരിവാർ വരുന്ന ഓരോ സംഭവങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതുപോലുള്ള നിരവധി സംഭവങ്ങളാണ് ഇന്ത്യയുടെ വിവിധ മേഖലയിലുണ്ടായത്. 2006 സെപ്റ്റംബർ 8-നാണ് മഹാരാഷ്ട്രയിലെ മാലേഗാവിലും 2007 ഫെബ്രുവരി 18-ന് സംജോത് എക്സ്പ്രസിലും
അതേ വർഷം തന്നെ മെയ് 18 ഹൈദരാബാദിലെ മക്ക മസ്ജിദിലും ഉണ്ടായ സ്ഫോടനങ്ങളിൽ ഹിന്ദുത്വ ഭീകരവാദ ഗ്രൂപ്പുകളാണ് നടപടികൾ സ്വീകരിച്ചത്. ഈ കേസുകളിൽ പ്രതിയായിരുന്ന പ്രഗ്യാ സിംഗ് ഠാക്കൂർ ജയിലിലും പുറകെയുമായി നിന്ന് ഭോപ്പാലിൽ നിന്ന് ജയിച്ച് പാർലമെന്റിലെത്തിയെന്ന കാര്യവും കാണേണ്ടത്. ഈ കേസുകളിൽ പ്രതിയായിരുന്നവരാണ് പിന്നീട് വലിയ തർക്കത്തിന്റെ ഭാഗമായിട്ട് വിട്ടയക്കപ്പെടുകയോ ശിക്ഷ ഇളവ് ചെയ്യുകയോ ചെയ്തിട്ടുള്ളത് എന്ന കാര്യവും അവർ RSSുമായി സംഘപരിവാർ വിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധവും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. മനുഷ്യത്വമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്തതും ഇന്ത്യയുടെ എല്ലാ വിഭാഗങ്ങളും ഒന്നായി ചേർന്ന് അപലപിച്ച സംഭവങ്ങളിൽ പോലും വർഗീയ ധ്രുവീകരണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാനാണ് ഇവിടെ ഭൂരിപക്ഷ വർഗീയത ഉൾപ്പെടെ ശ്രമിച്ചത്.